എന്റെ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. അല്ലാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരും മനുഷ്യർ തന്നെയാണ്. അവരെ നമ്മെപ്പോലെ ഒരു പ്രത്യേകതയുമില്ലാത്തവരെന്ന് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ അവന്റെ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. അല്ലാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരും മനുഷ്യർ തന്നെയാണ്. അവരെ നമ്മെപ്പോലെ ഒരു പ്രത്യേകതയുമില്ലാത്തവരെന്ന് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ അംഗീകരിക്കുകയാണ്. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലുള്ളതാഴിൽ വെച്ച് മുടി പഠിച്ചപ്പോ സഹാബത്തിന് മുടി വിതരണം ചെയ്തിട്ടുണ്ട്. അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ. റസൂല് വിതരണം ചെയ്ത മുടിയിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചാൽ അതിൽ ബറക്കത്തില്ലെന്ന് പറയാൻ ആർക്കാ അധികാരമുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ട്. അവിടുത്തെ വിയർപ്പെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടുന്ന് ധരിച്ച വസ്ത്രം എടുത്തുപയോഗിച്ചിട്ടുണ്ട്. അവിടുന്ന് ഉതുവെടുക്കുന്ന വെള്ളത്തിന് വേണ്ടി സഹാബിമാര് തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഇവിടെ ആരും നിഷേധം പറഞ്ഞിട്ടില്ല.